بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله. ഒന്നാമത്തെ ഹദീസിലെ ആമുഖ ഇന്നലെ ചെറിയ നിലയ്ക്ക് വിശദീകരിച്ച ഇനതിരെ ബാക്കി ഭാഗം കൂടിയേറ്റിക്കറ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ വഅഖ്റജഹു ഫീ ആഖിരിസ് സമാൻ കമാ ഖദ്ദറ വഅബ്ദാ വഅൽബസഹു ഖിൽഅത്തൽ ജമാലി അല്ലതി ലം യുൽബിസ്ഹാ അഹദ. സന്മാർഗത്തെ നബിയായ ആ ചന്ദ്രത്തെ റബീഉൽ അവ്വൽ തിങ്കളിൽ ഉദിപ്പിച്ച് അല്ലാഹുടെ പരിശുദ്ധിരനനുവായിത്രേ. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നൂറ് ഈ ലോക പടക്കിടയ്ക്ക് മുന്നലെ അല്ലാഹു തആല സൃഷ്ടിച്ച ആലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ സിവൽ ബാരി, അള്ളാഹു അല്ലാത്ത ഒരു വസ്തു. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ പടക്കിടയ്ക്ക് മുന്നലെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നൂറ് അള്ളാഹു തആല ഉണ്ടാക്കിയ ഈ നൂറ് ചെന്നിട്ടെങ്കിൽ ലൈറ്റ് ഓണാക്കിയ സ്ഥലത്തേക്ക് ഒരു വെളിച്ചമുണ്ട്, അല്ലെണ്ടെങ്കിൽ സൂര്യ വന്നപ്പോൾ ഒരു വെളിച്ചവിടുക, അങ്ങനത്തെ ഒരു പ്രകാശ അല്ല. നൂറ് ചെന്നെങ്കിൽ ഹഖീഖത്ത് മുഹമ്മദിയ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ സംബന്ധിച്ച് ഖുർആനിലെ ചൊന്നറല്ലേ, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അതായത് ഹഖായത്, സ്ഥിരമായത്. അപ്പോൾ അല്ലാഹു തആല നൂറ് ഉണ്ടാക്കിയ വഔജദ നൂറഹു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറ് അല്ലാഹു തആല ഉണ്ടാക്കിയ പടച്ച അതരെ ഉദ്ദേശം നൂറ് മുഹമ്മദിയ, ഹഖീഖത്ത് മുഹമ്മദിയ ആയിട്ടിക്കർ അതര ഉദ്ദേശ. അതിൽ ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു, നൂറ് നബിയിന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഹഖീഖത്ത് മുഹമ്മദിയായിട്ടിക്കറുണ്ട്. ഈ നൂറ് പടക്കിടയ്ക്ക് മുന്നലു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ചൊല്ല, കുന്തു കൻസൻ മഖ്ഫിയൻ ഫഅഹ്ബബ്തു അൻ ഉൽഹിറ ഫഖലഖ്തു ഖൽഖൻ. ഞാൻ ആർക്കും കാണാത്തെങ്കിത്തൊരു നിധിയായിട്ടിന്നെ, പിന്നീട് കുദറത്തും അലമത്തും ഗൊന്താവുനക്ക് ബേനായിട്ട് ഫഖലഖ്തു ഖൽഖൻ, ഒരു സൃഷ്ടിയെ ഞാൻ സൃഷ്ടിച്ച, എന്നിട്ട് വസമ്മാഹു മുഹമ്മദൻ, ആ നൂറുക ഞാൻ മുഹമ്മദ് എന്റെ പേര് വെച്ചേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഫസ്റ്റിಗೆ ആ നൂറുക മുഹമ്മദ് എന്റെ പേര് വെച്ചിറ. ആമിന ബീബി റളിയല്ലാഹു അൻഹ പെത്ത ഏഴണ്ട് മുഹമ്മദ് എന്റെ പേര് വെച്ചിട്ടെങ്കിലും അല്ലാഹു തആല ആ പേരെ സൃഷ്ടിച്ചപ്പമേ അതുക്ക് മുഹമ്മദ് എന്റെ പേര് വെച്ചിറ. അതല്ലേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അർശിലും സ്വർഗത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ಅದರೊಟ್ಟಿಗೆ മുഹമ്മദുർ റസൂലുള്ളാഹ് ಅಂಟು ಕಾನೂನಿಗೆ ಸಾಧ್ಯ ಐತಂಟು അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊന്നല്ലേ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കരങ്കത്തെ ഹദീസ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിവായത്താക്കടെ ഒരു സംഭവമുണ്ട്, പ്രസിദ്ധമായങ്കത്തെ ഒരു സംഭവ. അതായത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുരൊട്ടുക തവസ്സലാക്കുമ്പത്തുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മുഹമ്മദ് പേര് കൊണ്ട് തവസ്സലാക്കിറ്. അല്ലാഹു തആല കേക്കിറ ആ പേര് നിക്കയെ വിട്രേൻറ്റു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലു, ನಾನು ಮೇಲು നോക്കുമ്പത്തുകു നിന്റെ പേരൊട്ടിಗೆ മുഹമ്മദ് എന്നിട്ട് ഒരു പേര് കണ്ടെത്ത്. അപ്പൊ നിന്റെ പേരെ മുട്ടിക ഒരു പേര് ഇക്കനുണ്ടായെങ്കിൽ അത് നീ ഇഷ്ടപിച്ചവരാലായിട്ടിക്കൂ എന്ന നിലയ്ക്ക് ഞാൻ ആ പേരും കൂട്ടിയിട്ട് ഞാൻ തവസ്സുലാക്കിയേൻ. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമീന ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത് മുതൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമത്തോല എല്ലാ അമ്പിയാക്കന്മാരും ആമീന ബീബിയുടെ മുട്ട പ്രത്യക്ഷമായിട്ടുన్నారు. ജനിക്കപ്പോണ്ടെങ്കത്തെ കിടാവുടെ എല്ലാ സവിശേഷവും ഗുണകാംശവും സ്ഥാനവും ಮಹತ್ವവും ചെന്നിട്ടു ಕಿಡಾವುಗು ಮುಹಮ್ಮದ್ ಅಂಟು ಪೇರು ಬೆಕ್ಕನು ಉಂಟು ನಿರ್ದೇಶಿಕರರು.
അതുമല്ലാണ്ട് അശരീരമായിട്ട് ഒരു മലക്ക് വന്നിട്ട് ആമിന ബീവിറ്റ ഈ സംഭവം ചൊല്ലു പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കിടാവുകോ മുഹമ്മദ് എന്റെ പേര് വെക്കണുണ്ട്. അതേപോലെ ഇൽഹാമു മുഖേനയും ആമിന ബീവിക്ക് ഈ വിഷയം കിട്ടു. ഹബീബായ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ലോകത്തേക്ക് വന്നിട്ട് 7ാമത്തെ നാളില് അണ്ടല്ല പേര് വെക്കണുകായത്. ആൽമാർ വന്നിട്ട് കുടുംബത്തങ്ങ വന്നിട്ട് കേട്ടറ് മാ സമ്മൈത ബിനക് അബ്ദുൽ മുത്തലിബ് ചൊല്ലു സമ്മൈതുഹു മുഹമ്മദ, ನಾನು മുഹമ്മദ് എന്റെ പേര് വെച്ചേ. കാരണം ഇത് എന്തും കേൾക്കാത്ത ഒരു പേരായിട്ട് മുന്നൊരു മുഹമ്മദ് ചൊല്ല പേരേ ഇല്ല. അപ്പ ആൽമാർ കേട്ടറ് കത് റഗബത അൻ അസ്മായി ആബായിക്, എന്തേ നിങ്ങളെ മുൻഗാമിങ്ങളെ തലമുറത്തെ പേര് തൊട്ടിട്ട് നിങ്ങ ആ പേര് വിട്ടിട്ട് നിങ്ങൾ ഒരു പുതിയതായ ഒരു പേര് വെക്ക കാരണം എന്തേ? ഖാല അറത്തു അൻ യഹ്മദഹു മൻ അലൽ ഖബറ, ನಾನು ಈ ಕಿಡಾವುಡೆ ಕೊಂಡು ഒരുപാട് സ്തുതിക്കണകോ പ്രശംസിക്കരെങ്കത്തെ ഗുണകാംക്ഷ ആക്കിടെങ്കത്തെ കിടാവ് ആവണകോ ನಾನು ഉദ്ദേശിക്കരേണ്ട് അബ്ദുൽ മുത്തലിബ് മറുപടി ചൊല്ലു. പേര് ഏല്ലണ്ട് ഇൽഹാറാക്കിരണ്ടെങ്കിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ 100 പഠിച്ചപ്പമേ മുഹമ്മദ് എന്നിട്ട് അല്ലാഹു തആല പേര് വെച്ച. വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ, ഇടീ ലോകമേ സൃഷ്ടിക്കടേക്ക് മുന്നൊരു ഹബീബായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ 100 അല്ലാഹു തആല ഉണ്ടാക്കിയിട്ട് പഠിച്ചിട്ട് വസമ്മാഹു മുഹമ്മദ, ആ 100 അല്ലാഹു തആല മുഹമ്മദ് എന്നിട്ട് പേര് വെക്കറ. വ അഖ്റജഹു ഫി ആഖിരി സമാൻ, വ അഖ്റജഹു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കടത്തിയ ഈ ദുനിയാവുകു, അതായത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന ആലമുൽ അർവാഹിൽ നിന്നിട്ട് ആലമുൽ അജ്സാദ്, അതായത് ദുനിയാവുകു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ 100 കടത്തിയ ഫി ആഖിരി സമാൻ, അതായത് അവസാന കാലഘട്ടത്തിലായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ പിടിച്ചിട്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തോല നോക്കുമ്പോത്തുകു 3/2 ഭാഗ അത് കഴിഞ്ഞു പോയിറ്, ഇനി ഒരു ഭാഗം മാത്രമേ ബാക്കിയെന്ന്. അതുകൊണ്ടായിട്ട് ആഖിർ സമാൻ കൊണ്ട് ഉദ്ദേശിച്ചത് കമ ഖദ്ദറ, പണ്ടേ കണക്കാക്കിയതുപോലെ അവസാന കാലഘട്ടത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി തങ്ങളെ ആ 100 ആലമുൽ അർവാഹിൽ നിന്നിട്ട് ആലമുൽ അജ്സാദ് കടത്തിറ, അതായത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന ഇവിടെ സംഭവിക്കരുത്. വ അബ്ദ, അവസാന കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയ വ അൽബസഹു ഖിൽഅത്തൽ ജമാലില്ലതി ലം യുൽബിസ്ഹ അഹദ, ഒരാളും കൊടുക്കാത്തെങ്കത്തെ സ്ഥാനമാന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുക. വ അൽബസഹു ഖിൽഅത്തൽ ജമാൽ, സൗന്ദര്യമുള്ളെങ്കത്തെ എല്ലാ സ്ഥാനമാനവും അല്ലാഹു തആല കൊടുത്ത എങ്ങനത്തെ സൗന്ദര്യ ലം യുൽബിസ്ഹ അഹദ, ಅದಕ್ಕೆ മുന്നൊരു ആർക്കും അല്ലാഹു തആല അങ്ങനെ ഉള്ളെങ്കത്തെ ഒരു സ്ഥാനമാന, അന്തര ചന്ത ഉള്ളെങ്കത്തെ ഒരു സ്ഥാനമാന, അതായത് തടിയിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ, ദീനിലാവട്ടെ, വ്യക്തിത്വത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ബേരങ്ങൾട്ടാവട്ടെ, എല്ലാ മേഖലയിലും നല്ല സൗന്ദര്യമുള്ളെങ്കത്തെ ഒരു വ്യക്തിത്വ അത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുക. ಅದಕ್ಕೆ മുന്നൊരു ആർക്കും ആ സ്ഥാനമാന കൊടുത്തിട്ടില്ല. അതിൽ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പാടിയെ മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചന്തത്തെ ഷെയറാക്കുന്നത് ആർക്കും ഇല്ല, എല്ലാത്തിലും 100 മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ നബി തങ്ങളെ മദ്ഹ് ആക്കാത്തങ്ങ ആറുമില്ല. എത്രത്തോളം ചൊന്നിട്ടെങ്കിൽ 4 ആഖിറത്തിൽ നരകത്തേക്ക് പോകുമ്പോത്തും നബി തങ്ങളെ മദ്ഹ് ആക്കിയിട്ടേ പോണത്തരെ. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ആക്കിയിട്ടേ മദ്ഹ് ചൊന്നിട്ടേ 4 നരകത്തേക്ക് കിടക്കടേ. അത്രമാത്രം മഹത്വമുള്ളെങ്കത്തെ ഒരു വ്യക്തിയായിട്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ നബി തങ്ങളെ ഉമ്മത്തിൽ പെടണമെങ്കിലെങ്കത്തെ ഒരു ഭാഗ്യ അല്ലാഹു തആല നമുക്ക് തന്ന. അൽഹംദുലില്ലാ. ബണ്ടെ തിങ്കൾ റബീഉൽ അവ്വലായിട്ട് ഇപ്പം ഞങ്ങ ഒന്നും കൂടി മുഹബ്ബത്ത് ജാസ്തിയാക്കണുകനായിട്ട് ഞങ്ങൾ തയ്യാറാവണു. അല്ലാഹു തആല അവിടുത്തെ മുഹബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.